സ്നേഹമുള്ളവരെ, മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ലോകത്തിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും ചരിത്രമാണ് രക്ഷാകര ചരിത്രം എന്നറിയപ്പെടുന്നത്. ദൈവം പ്രത്യേകമായി ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടാണ് ഭൂമിയിൽ ഇടപെട്ടത് എന്നുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ രക്ഷാകര പദ്ധതി എന്ന് കൂടെ പറയാറുണ്ട്. ഈ രക്ഷാകര പദ്ധതി 5 ഘട്ടങ്ങളിലൂടെയെങ്കിലുമാണ് ദൈവം പൂർത്തിയാക്കുന്നത്. ഒന്നാമത്, ദൈവം മനുഷ്യരോടൊപ്പം ഉണ്ടായിരുന്ന ആദത്തിൻ്റെയും ഹവ്വായുടെയും കൂടെ ഉണ്ടായിരുന്ന പാപത്തിന് മുൻപേ ഉണ്ടായിരുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് പിന്നീടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം. രണ്ടാമത്തെ ഘട്ടം, പാപത്തിന് ശേഷം യേശു ലോകത്തിലേക്ക് വരുന്നതിന് മുൻപേയുള്ള പഴയ നിയമത്തിലെ അത്രയും കാലഘട്ടമാണ് രണ്ടാമത്തത്. അതൊരു കാത്തിരിപ്പിൻ്റെ കാലഘട്ടമാണ്, അന്വേഷണത്തിൻ്റെ കാലഘട്ടമാണ്, അതിലേറെ ഒരുക്കത്തിൻ്റെ കാലഘട്ടവുമാണ്. വരാൻ പോകുന്ന കാലഘട്ടങ്ങളെപ്പറ്റി പ്രവാചകന്മാർ പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാലഘട്ടം, യേശു ലോകത്തിലുണ്ടായിരുന്ന മനുഷ്യ ശരീരമെടുത്ത് മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച് എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച കാലഘട്ടമാണ്. നാലാമത്തെ കാലഘട്ടം, യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ആത്മാവിൻ്റെ കാലഘട്ടം, ഏറ്റവും ദൈർഘ്യമേറിയതും ഒരുപക്ഷെ ഇന്നും നമ്മൾ കാത്തിരിക്കുന്നതുമായിട്ടുള്ള നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. അഞ്ചാമത്തെ കാലഘട്ടം, ദൈവത്തോടൊപ്പം നമ്മളായിരിക്കുന്ന അവസാനത്തെ കാലഘട്ടവും. ഇന്ന് നമ്മൾ ഈ നാലാമത്തെ കാലഘട്ടത്തിലാണ്. പെന്തക്കോസ്ത തിരുനാൾ വഴിയാണ് നാലാമത്തെ കാലഘട്ടം ലോകത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പെന്തക്കോസ്ത തിരുനാളിൻ്റെ എല്ലാ ആശംസകളും എല്ലാ പ്രാർത്ഥനകളും നേരുകയാണ്. ഒന്നാമതായിട്ട്, പെന്തക്കോസ്ത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയം, പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഒരാശയം, മനുഷ്യന് യോഗ്യത കിട്ടുമ്പോൾ ഈ ലോകത്തിലേക്ക് ദൈവം കൊണ്ടുവരാനിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 28-ാമത്തെ വാചകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: അവസാന കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവരുടെയും മുകളിലേക്ക് അയക്കും. പുത്രീപുത്രന്മാർ പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നം കാണും, എല്ലാവരിലേക്കും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും എന്ന് പറയുന്ന ആ കാലഘട്ടമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? അതുവരെയും ലോകത്തിൽ ആത്മാവ് നൽകപ്പെട്ടിരുന്നത് രാജാക്കന്മാർക്ക്, പ്രവാചകന്മാർക്ക്, നേതാക്കന്മാർക്ക്, ഇത്രയും പേർക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതാ അവസാന കാലഘട്ടത്തിൽ എല്ലാവർക്കും യോഗ്യത കൈവരുകയും ആകാശത്തു നിന്ന് മഴ പെയ്യുന്നത് പോലെ, ഭൂമിയിൽ തീ പടരുന്നത് പോലെ, തീ എല്ലാത്തിനെയും നശിപ്പിക്കുന്നതാണ്, മഴ എല്ലാത്തിനെയും കുളിർപ്പിക്കുന്നതാണ്. അങ്ങനെ ആത്മാവ് എല്ലാവരിലേക്കും അയക്കപ്പെടുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് അയക്കപ്പെടുന്നത്? എല്ലാവർക്കും പ്രതീക്ഷ കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ, ഇതാ പുത്രിപുത്രന്മാർ പ്രവചിക്കുകയാണ്. അവർക്ക് ദൈവിക ശക്തി കിട്ടുന്നു. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് വേണമെന്നില്ല. ആത്മാവ് വരുമ്പോൾ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടി സംസാരിക്കുന്നതാണ് അതിനർത്ഥം. ലോകത്തിന് വേണ്ടി ദൈവത്തോട് സംസാരിക്കാൻ നമ്മുടെ കുഞ്ഞി പൈതങ്ങൾക്ക് വരെയും സാധ്യത കിട്ടുന്ന ആത്മാവിൻ്റെ പ്രവർത്തനമുള്ള കാലം. അതിനേക്കാൾ ഉപരിയായിട്ട് ഇതാ നിങ്ങളുടെ യുവതി യുവാക്കന്മാർ ദർശനങ്ങൾ ലഭിക്കുന്നവർക്ക്, ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടെന്നാണ് അതിനർത്ഥം. അവർക്ക് അവരുടെ ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നു, നാളെയുടെ ദിവസങ്ങളെ പറ്റിയിട്ടൊരു കാഴ്ചപ്പാടുണ്ടാകുന്നു. ആകുലതകളില്ലാതെ അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം, ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും കരുപ്പിടിപ്പിക്കാനാകുന്നു. നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമുള്ള ലോകത്തിൻ്റെ കാലഘട്ടം, ഭൗതിക ചരിത്രവും പരിശുദ്ധാത്മാവിന് ശേഷമുള്ള ഭൗതിക കാലഘട്ടവും നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തമായിട്ടുള്ള മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ടായിരിക്കുന്നു, ഒരുപാട് മനുഷ്യൻ എല്ലാ തരത്തിലും പുരോഗമിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് ജീവിതത്തിൽ തന്നെ ഒരു വ്യക്തത വന്നിരിക്കുന്ന കാലഘട്ടമാണ് പരിശുദ്ധാത്മാവിന് ശേഷമുള്ള ഈ കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, മനുഷ്യൻ്റെ ഭൗതികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലെ വളർച്ച, ഇതെല്ലാം
പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലഭിച്ച ബുദ്ധിയുടെ പ്രകാശം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. അതിനാൽ തന്നെയാണ് ദർശനങ്ങളുണ്ടാകും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇനിയും പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. വൃദ്ധന്മാർക്ക് സാധാരണ ഉണ്ടാകുന്നത് എന്താണ്? വൃദ്ധന്മാർ കഴിഞ്ഞ കാലഘട്ടത്തെ പറ്റിയിട്ടുള്ള അനുസ്മരണങ്ങളും അയവറക്കലുകളുമാണ് സാധാരണ വൃദ്ധന്മാർക്കുണ്ടാകുന്നത്. എങ്കിൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. സ്വപ്നങ്ങൾ കാണുന്നത് പ്രതീക്ഷയുള്ളവരാണ്. വരും കാലഘട്ടം നല്ലതായിരിക്കുമ്പോഴാണ്, നല്ലൊരു വരുന്ന കാലഘട്ടത്തെ പറ്റി ചിന്തിക്കുമ്പോഴാണ് ഇത് സ്വപ്നങ്ങളുണ്ടാകുന്നത്. നമ്മുടെ വൃദ്ധന്മാർക്ക് ഉണ്ടാകാനിരിക്കുന്ന സ്വപ്നം അവർക്ക് ലഭ്യമായിരിക്കുന്ന സ്വർഗ സൗഭാഗ്യങ്ങളെ പറ്റിയിട്ടുള്ള സ്വപ്നങ്ങളാണ്. കഴിഞ്ഞ കാലത്തെ പറ്റിയിട്ടുള്ള വേദനകളോ നൊമ്പരങ്ങളോ ആത്മാഭിമാനങ്ങളോ അല്ല. അതിനപ്പുറത്തേക്ക് ഈ വാർദ്ധക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും സ്വർഗ സൗഭാഗ്യം നിറമുള്ള സ്വപ്നമായിട്ട് അവരുടെ മുൻപിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദിനങ്ങളിലെ പ്രത്യേകത. എന്തിനാണ് പരിശുദ്ധാത്മാവിന് നമുക്ക് കിട്ടുന്നത്? ഇത് മാത്രവുമല്ല, വ്യക്തിപരമായിട്ട് ചില നേട്ടങ്ങൾ നമുക്കുണ്ടാകണം. ഈശോ പരിശുദ്ധാത്മാവിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്. ഒന്ന്, ആത്മാവ് നിങ്ങളുടെ സഹായകനായിരിക്കും. എപ്പോഴാണ് നമുക്ക് സഹായം ആവശ്യമുള്ളത്? ഒരു ഭാരം നമുക്ക് തനിയെ വഹിക്കാൻ പറ്റാത്തപ്പോഴാണ് സഹായം വേണ്ടത്. ജീവിതത്തിൻ്റെ ഭാരം തനിയെ വഹിക്കാൻ വയ്യാത്ത എന്തുമാത്രം ആളുകളെ നമ്മൾ കാണുക. ഈ ആളുകൾ മുഴുവനും എവിടെയെങ്കിലുമൊക്കെ തളർന്നു പോകുമെന്ന് ആകുലപ്പെടുന്നവരാണ്. പഴയ കാലത്തൊക്കെ നമ്മുടെ വഴികളിലുണ്ടായിരുന്ന ചില ഭാരം താങ്ങികളുണ്ട്. ഈ ഭാരം താങ്ങികൾ പോലെ നമ്മുടെ ഭാരമൊക്കെ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ചില ആളുകളുമുണ്ട്, ചില തോളുകളുണ്ട്. എന്നാൽ ഇതൊരു വ്യക്തിയായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിൽക്കുകയും അങ്ങനെ കൂടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ താങ്ങുകയും ചെയ്യുന്ന, നമുക്ക് ഭാരമിറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ആത്മാവ് കൂടെ നിന്ന് നമ്മളെ വളർത്തുന്നു. രണ്ടാമതായിട്ട് ആത്മാവിനെ പറ്റിയിട്ട് ഈശോ പറയും, ആത്മാവ് ഒരു ആശ്വാസപ്രദനാണ്. ആശ്വാസം വേണ്ടത് എപ്പോഴാണ്? നമുക്ക് വല്ലാത്ത സങ്കടങ്ങൾ വരുമ്പോൾ, തനിയെ സഹിക്കാൻ വയ്യാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, ഉറ്റവരുടെയും ഉടവരുടെയൊക്കെ നിര്യാണമായിരിക്കും, വലിയ നഷ്ടങ്ങളായിരിക്കും. ഇത് തനിയെ നമുക്ക് സഹിക്കാൻ വയ്യാത്തപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്കും ശരീരത്തിലേക്കും ഓരോ കോശങ്ങളിലേക്കും ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന അനുഭവം. ഇനിയും പരിശുദ്ധാത്മാവിനെ പറ്റി ഈശോ പറയും, അധ്യാപകനാണ് പരിശുദ്ധാത്മാവ്. ജീവിതത്തിലെ ചില കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകില്ല. എന്തുകൊണ്ട് ഇപ്പോൾ ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് എനിക്ക് തന്നെ ഇത് സംഭവിക്കുന്നു? ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് എന്തുകൊണ്ട് എനിക്ക് ദുരന്തങ്ങൾ മാത്രം ഉണ്ടാകുന്നു? നമുക്കറിയില്ലാത്ത ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ യേശു അവർക്ക് ഒരു കാരണവുമില്ലാതെ നഷ്ടപ്പെടുകയാണ്. അവരുടെ തോളിലേക്ക് ഭാരം വന്ന് പതിക്കുകയാണ്. ഒരു നല്ല മനുഷ്യൻ എന്തിന് യേശുവിൻ്റെ പീഡാസഹനം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷമാണ്. ആത്മാവ് അറിവില്ലാത്ത ലോകത്ത് അറിവായിട്ട് വരും. ഏറ്റവും അവസാനം യേശു പറയും, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ നിങ്ങൾക്ക് ആത്മാവിനെ തരും, നിങ്ങൾ സനാഥരായിട്ട് മാറും. അനാഥരായിട്ട് മാറുക എന്ന് പറയുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പക്ഷേ ദുരന്തവും ദുരിതവും, അനാഥരായിട്ട് മാറുക എന്നുള്ളത്. ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരിക, തികച്ചും ഏകാന്തതയിലേക്ക് വരിക. ആരുമില്ലാത്ത സമയത്ത് ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് കൂടെ നടത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്, കൂടെ നയിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. അതിനാൽ തന്നെ ഈ കാലഘട്ടത്തിൽ, ആത്മാവിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുന്ന നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ കൃപ ആത്മാവിനെ ലഭിക്കുക, ആത്മാവിനെ കിട്ടുക എന്നുള്ളത്. ആത്മാവിൽ നിറഞ്ഞ ജീവിതം എന്നുള്ളത് സമാധാനപൂർണമായിട്ടുള്ള ജീവിതമാണ്. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലും നമുക്കറിയാം, അവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പീഡനങ്ങൾ, ആശയപരമായിട്ട് എതിർത്തിട്ടുള്ളവർ, ഒറ്റപ്പെടുത്തിയവർ, ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് ധൈര്യസമേതം സുവിശേഷ പ്രഘോഷണത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവരെ ചുവഴ്ന്നു നിന്നതുകൊണ്ടും, ഒരു വ്യക്തിയെ നയിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവരെ നയിച്ചത് കൊണ്ടുമാണ്. ആത്മാവിൻ്റെ സാന്നിധ്യം ഒരു ശക്തിയുടെ സാന്നിധ്യമായിരുന്നില്ല, ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണ് അവർക്കുണ്ടായിരുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യക്തികൾ നയിക്കുന്നത് പോലെ, ഒരു നല്ല സുഹൃത്ത് നമ്മളെ നയിക്കുന്നത് പോലെ ആത്മാവ് നയിക്കുന്ന അനുഭവം നമുക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിനെ ഒരു ദൈവിക വ്യക്തിയായിട്ട് നമ്മളെ സനാഥരാക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന,
നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന, നമുക്ക് ദർശനങ്ങൾ പകരുന്ന, നമുക്ക് പ്രവചനങ്ങൾക്ക് കഴിവ് നൽകുന്ന ഒരു വ്യക്തിയായിട്ട് പരിശുദ്ധാത്മാവിനെ കാണാനും ആത്മാവിൻ്റെ കൂടെ നടക്കാനും നമുക്ക് കഴിയട്ടെ. പെന്തക്കോസ്ത് തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.